നമസ്കാരം. പ്രേമരാജൻ പുന്നാട്. അപ്പോൾ എല്ലാവർക്കും സഹകരിച്ച എല്ലാവർക്കും നന്ദി. ഞാൻ വീടും ആയി ബന്ധപ്പെട്ടുള്ള വിഷയമാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഏതൊരു മനുഷ്യൻ്റെയും വലിയൊരു ആഗ്രഹമാണ് അവർക്ക് സാമാന്യം മോശമില്ലാത്ത ഒരു വീട് എന്നുള്ളത്, ആ വീട്ടിൽ താമസിക്കുക എന്നുള്ളത് ആരും ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു വീട് പണിതുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ വീട് പണിയുന്നത് നമുക്ക് വേണ്ടി ആളുകൾ തന്ന പിരിക്കുന്ന പൈസ എന്നാണ് പറയുന്നത്. പിരിക്കുന്ന പൈസ എടുത്ത് മണിമാളികൾ, കൊട്ടാരങ്ങൾ പണിയുകയാണ്, വീട് പണിയുകയാണ്, അവരത് ചികിത്സക്കല്ല ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രചാരവേല, ഒരു പ്രചരണം ചില ആളുകളോട് അങ്ങനെ പറഞ്ഞു. ഒരിക്കൽ തലശ്ശേരിയിൽ നിന്ന് ലോട്ടസ് ടീം എന്ന് പറഞ്ഞൊരു ടീം ഇവിടെ വന്നിരുന്നു. അവർക്ക് നേരിട്ട് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർ 19 മഴശ്ശി ഡാം വഴി അങ്ങനെയാണ് വന്നത്. അപ്പോൾ വരുന്ന വഴിക്ക് അവിടുന്ന് ഞങ്ങളെക്കുറിച്ച് അന്വേഷിച്ചു, എന്താണ് അവരുടെ അവസ്ഥ എന്നുള്ളത്. സ്വാഭാവികമായിട്ട് നമ്മളൊരു നാട്ടിൽ പോയി കഴിഞ്ഞാൽ ആളുകളോട് ചോദിക്കുമല്ലോ, കാരണം സാമ്പത്തിക ഇടപാടല്ലേ. അപ്പോൾ പറഞ്ഞു കൊടുത്ത ആൾ പറഞ്ഞത് അവർക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അവരിപ്പം അവിടുന്ന് ഇവിടുന്നൊക്കെ പൈസ വാങ്ങിയിട്ട് വീട് പണിയുകയാണ് ചെയ്യുന്നത്, വീട് പണിയെടുക്കുമായിരുന്നു. അങ്ങനെ അവരോട് പറഞ്ഞത്. അവർ നേരെ ഇവിടേക്ക് വന്നു നോക്കുമ്പോൾ കാര്യം ശരിയാണ്, ഇവിടെ കല്ലിറക്കിയിട്ടുണ്ട്, പിന്നെ വാനം മാന്തി കുഴിയാട്ട കീറിയിട്ടുണ്ട്, വീടിൻ്റെ പണി നടക്കുന്നുണ്ട്. അവർ രണ്ടും കൂടി വായിച്ചു നോക്കുമ്പോൾ സംഭവം ശരിയാണ്. അവർ തരാൻ ഉദ്ദേശിച്ച പണം തരാതെ അവർ പോയി. ഈ അടുത്ത കാലത്താണ് ഞാൻ അവരുമായിട്ട് ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ഒരുമിച്ച് നമുക്ക് ഉണ്ടാവേണ്ട യാദർശികമായ ഒരു ഇതുണ്ടായി. എന്തായാലും അദ്ദേഹം പറഞ്ഞത്, അന്ന് അവർക്ക് ആ നോമ്പിൻ്റെ കാലത്ത് ഉണ്ടായിരുന്ന ഒരു ഫണ്ടായിരുന്നു. ഇനി അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അന്നേരമാണ് അവർ എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണെന്ന്. എങ്ങനെയാണ് ഞങ്ങൾ വീടെടുക്കുന്നത് ഇപ്പോൾ? അത് ഈ നാട്ടുകാർക്കറിയാം. ഞാനിപ്പോൾ താമസിക്കുന്ന പടിയൂർ ഗ്രാമപഞ്ചായത്തിലെ കുയിലൂർ പ്രദേശത്തുള്ള ആളുകൾക്കറിയാം, കണ്ണൂർ ജില്ലയിലെ. പക്ഷേ അതിനപ്പുറമുള്ളവർക്ക് ഇതിനെക്കുറിച്ച് ഈ പറയുന്ന ആളുകൾ വരുന്നത് പോലെ ഞങ്ങളുമായിട്ട് നന്നായി സഹായിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് ബോധ്യപ്പെടണമല്ലോ. അതിനുവേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ നാട്ടിലെ ആളുകൾ മനസ്സിലാക്കുകയോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് അത് എന്നെ ബാധിക്കുന്ന വിഷയമേ അല്ല. ഈ വീഡിയോകൾ ഇവിടെ തുടർമാനമായിട്ട് എനിക്ക് പറയാനുള്ളത് പറഞ്ഞ് ഞാൻ നിർത്തും എന്ന് പറയാൻ കാരണം അതാണ്. ഇത് മനസ്സിലാക്കേണ്ടത് ഈ നാടിന് പുറമേയുള്ള ആളുകളുണ്ട്. അവർക്ക് ഈ നാട്ടുകാർ എങ്ങനെ പ്രതികരിച്ചാലും എന്നോട് നല്ല നിലയിൽ സ്നേഹം പങ്കുവെച്ച് സ്നേഹിച്ച് മുമ്പോട്ട് പോകുന്ന ധാരാളം ആളുകളുണ്ട്. അവരോട് സ്നേഹം, ഇനി അല്ലാത്ത നിലയിലാണ് പോകുന്നവർ, അവരോട് സ്നേഹം മാത്രമാണ്. അവരോട് യുദ്ധത്തിനൊന്നുമില്ല. പക്ഷെ പറയേണ്ടത് ഇന്ന് ഇങ്ങനെ ഒരു മാധ്യമ സംവിധാനം ഉള്ളതുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞ് പോകും എന്ന് മാത്രമാണ്. അപ്പം നമുക്ക് പഞ്ചായത്ത് നിന്ന് ലൈഫ് മിഷനിൽ പാസ്സായിട്ടാണ് വീട് എടുക്കുന്നത്. ലൈഫ് മിഷൻ്റെ വീടാണ്. ലൈഫ് മിഷൻ്റെ വീട് പിന്നെ പടിയൂർ ഗ്രാമപഞ്ചായത്ത് നമുക്ക് വീട് പാസ്സാക്കി തന്നു. പഞ്ചായത്ത് LDF ഭരിക്കുന്ന പഞ്ചായത്താണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ, സഖാവ് പിണറായി വിജയൻ്റെ സർക്കാരിൻ്റെ അഭിമാനകരമായ പദ്ധതിയായ ലൈഫ് മിഷനിലൂടെ വീട് പാസ്സാക്കി തന്നു. അതിന് നമ്മുടെ വാർഡ് മെമ്പറായിട്ടുള്ള രാജാട്ടൻ്റെ പങ്കാളിത്തം നല്ല നിലയിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ നമ്മുടെ പാർട്ടിക്കാർ ആ നിലയിൽ വേണ്ട നിലയിലുള്ള കാര്യങ്ങൾ ഇടപെട്ട് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പഞ്ചായത്ത് ഭരണസമിതി നമ്മളെ നന്നായി സഹായിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ വീടെടുക്കുന്നത്. ഈ ലൈഫ് മിഷൻ്റെ വീടെടുക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഘടവും ഓരോ ഘട്ടമായിട്ട് പണിയെടുത്ത് കാണിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ഫണ്ടൊന്നും കിട്ടില്ല, ലാപ്സായി പോകും പണി തുടങ്ങിയിട്ടില്ലെങ്കിൽ. അപ്പം അതുകൊണ്ടാണ് ആ സമയത്ത് പണി ആരംഭിക്കുക. അന്നേരം പെട്ടെന്ന് പറഞ്ഞു വേഗം പണി തുടങ്ങിയിട്ടില്ലെങ്കിൽ ഫണ്ട് ഇതായി പോകും, മാർച്ച് മാസം വരാൻ പോകുക എന്നൊക്കെ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ആ സമയത്ത് വീടിൻ്റെ പണി ആരംഭിക്കേണ്ടി വന്നു. വീട് പൊളിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ചാവശ്ശേരിയിലുള്ള സുഹൃത്തുക്കൾ വന്നു, വീട് പൊളിച്ചു തന്നു. അതുപോലെ തന്നെ നീക്കെടുക്കാനും അതിൻ്റെ മറ്റ് വാനം മാന്തലും മറ്റ് പരിപാടികളൊക്കെ ആയിട്ട് യൂത്ത് ലീഗിൻ്റെ ഇരക്കൂറുള്ള പ്രവർത്തകന്മാർ വന്ന് അവരത് ചെയ്തു തന്നു.
ഇങ്ങനെ ഓരോരുത്തരുടെയും സഹായത്തോടു കൂടിയാണ് നമ്മൾ ഈ വീടിൻ്റെ പണി ആരംഭിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് നമ്മളിത് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ പണിയുന്ന ഒരു വീടാണ്. അങ്ങനെയാണ് നമ്മൾ വീട് എടുക്കുന്നത്. പക്ഷെ അതിനെതിരായിട്ട് ആളുകൾ പറയുന്നത് അവര് മാന്യമായൊരു വീടായിരുന്നു എടുത്തത്. അതെടുത്തപ്പോൾ ചിലർക്ക് സഹിച്ചിട്ടില്ല. ചിലർക്ക് അത് പണ്ട് ഒരു കുടിലിൽ താമസിച്ച ആള് ഇന്ന് മാന്യമായൊരു വീടുകളിൽ താമസിക്കുമ്പോൾ അവർക്ക് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പരിശ്രമിക്കുമ്പോഴേക്കും ഇവിടെയുള്ള പല ആളുകൾക്കും അത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓരോരുത്തരുടെയും സഹായം കൊണ്ടാണ് ആ വീട് വാർപ്പിന്, കല്ലിന്, ജില്ലി, കമ്പി, ഇതൊക്കെ DJ തട്ടുകട, അവിടുത്തെ DJ ബോയ്സ്, അതുപോലെ തന്നെ നവാസ് ഖാന്റെ പ്രവർത്തനം അത്ര നിലയിലായിരുന്നു നവാസ് ഖാൻ ഞങ്ങളെ സഹായിച്ചത്. DJ തട്ടുകടയിൽ ഒരു രാത്രിയിൽ സിമെന്റിന് നമുക്ക് ഇറക്കാൻ പൈസ ഇല്ലാതെ വന്നപ്പോൾ രാത്രികളിൽ ഇരിക്കൂർ ടൗണിലൂടെ പോയി അവിടുത്തെ അനേകരെ കണ്ട് അവർ പിറ്റേ ദിവസത്തെ വാർപ്പിന് വേണ്ട സിമെന്റ് ഇവിടത്തേക്ക് അറേഞ്ച് ചെയ്തു തന്നു, ഭക്ഷണ സൗകര്യം ചെയ്തു തന്നു. അങ്ങനെയാണ് നമ്മൾ വീടെടുക്കുന്നത്. അല്ലാണ്ട് പിരിച്ച പൈസ കൊണ്ട് വീടെടുക്കുക എന്ന് ഉള്ളതല്ല. നമ്മളെ സഹായിച്ചിട്ട് ആളുകളിൽ നിന്ന് മോശമില്ലാത്തൊരു വീട്. അപ്പൊ അങ്ങനെ ആ വീട് എടുത്തുകൊണ്ടേയിരിക്കുകയാണ്. പണി എന്നും പൂർത്തീകരിച്ചിട്ടില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ അങ്ങാടിക്കടവ് പള്ളിക്കാര് ജോയ്ക്കുട്ടി മാഷും റോയി ഏട്ടനും അവരുടെ കുടുംബവും ഇന്ന് ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്തിൽ മെമ്പറായിട്ടുള്ള ജോളി ടീച്ചറും അവരൊക്കെ വന്നിട്ട് എടുത്തു തന്ന ഒരു നല്ല മനോഹരമായ ഒരു റൂം. ആ റൂമിലാണ് 7 പേര് കിടന്നുറങ്ങുന്നത്, വർഷങ്ങളായിട്ട് 7 പേര്. ഇതാണ് നമ്മുടെ ഒരു സാഹചര്യം. മുമ്പൊരു വീടുണ്ടായിരുന്നു. ഈ നാട്ടിലുള്ള ആളുകളെല്ലാം കൂടി, അതിന് ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമൊന്നുമില്ല, പക്ഷെ അവരന്ന് താമസിച്ചത്, അന്ന് ഉണ്ടായിരുന്ന മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ സഹായത്തോടു കൂടിയായിരുന്നു. BJPയുടെ RSSന്റെ അവരുടെ കുടുംബങ്ങളും അവരും ആളുകളും എല്ലാമായിട്ട്, അതായത് എൻ്റെ ഭാര്യ വീട്ടുകാർ, ഞാൻ ഭാര്യ വീട്ടിൻ്റെ കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് അവരെല്ലാവരും കൂടി അന്ന് അവർക്ക് പാസ്സായ ഫണ്ട് കൊണ്ട് അവർക്കത് ഉയർത്താൻ പറ്റാത്തതുകൊണ്ട് ഒരു വീടുണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ആ വീട്ടിന് കുറ്റൊന്നും പറയുന്നില്ല, മോശമില്ലാത്തൊരു ഒരു ചെറിയൊരു വീട്. ആ വീട് ചോർന്നൊലിക്കുന്ന ഒരു വീണു പോകുന്ന ഒരവസ്ഥ ഉണ്ടായപ്പോൾ അതും അങ്ങാടിക്കടവിലുള്ള പള്ളിക്കാർ, അവിടുത്തെ ക്രിസ്ത്യൻ ചർച്ചിൻ്റെ പള്ളിക്കാർ, വിൽസന്റ് പോളിൻ്റെ ആളുകൾ വന്നിട്ടാണ് അതിന് കമ്പിയും പട്ടിയും ഇട്ടിട്ട് നല്ല ഭദ്രമാക്കി കൊടുത്തത്. അപ്പോൾ ഈ നാട്ടിൽ പണ്ട് മുതലേ ഞാൻ ഈ വീട്ടിൽ ഈ നാട്ടിൽ വന്ന മുതലേ പറയുന്നൊരു കാര്യം, നമ്മളവർക്ക് വീടെടുത്ത് കൊടുത്തു സൗജന്യമായിട്ട്, പണിയെടുത്തിട്ട് പൈസ വാങ്ങിയിട്ടില്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. ഈ പണിയെടുത്തിട്ട് പൈസ ഇതിനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ അന്നുണ്ടായിരുന്ന കമ്മിറ്റിയുടെ ഭാരവാഹികൾ, കപ്പള്ളി കുഞ്ഞിരാമാട്ടൻ ഉൾപ്പെടെയുള്ള പല കമ്മിറ്റി ഭാരവാഹികളോടും എല്ലാ പാർട്ടിക്കാരും ഉണ്ട്. അതുകൊണ്ടാണ് ചോദിച്ചപ്പോൾ പറഞ്ഞത് പണിയെടുത്തവർക്കും വാങ്ങിയ സാധനത്തിനെല്ലാം കൃത്യമായ കൂലി കൊടുത്തിട്ടുണ്ടെന്നാണ്. അപ്പോൾ കിട്ടിയിട്ടില്ല എന്ന് ആരെങ്കിലും കൂലി സൗജന്യമായിട്ടാണ് ചെയ്തതെന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ പൈസ കമ്മിറ്റിക്കാർ അടിച്ചു മാറ്റിയിട്ടുണ്ടാവും. കമ്മിറ്റിയിൽ ഞാൻ പരിശോധിച്ചിടത്തോളം, കാരണം അത് പഴയ കേസാണ്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ബാധിക്കുന്നത്, എന്നെ അറിയുന്ന വിഷയമൊന്നുമല്ല. നിങ്ങൾ സംരക്ഷിച്ചിട്ടുണ്ട്, അതിന് നിങ്ങളോട് നന്ദി മാത്രമേ ഉള്ളൂ. അതിന് നിങ്ങൾ വല്ലാണ്ട് പ്രയാസപ്പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് നിങ്ങളുടെ നന്മയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിന് നന്ദിയേ ഉള്ളൂ. പക്ഷെ എനിക്ക് 2009 മുതൽ 2009 മാർച്ച് മാസം 2-ാം തീയതി മുതൽ ഇങ്ങോട്ടുള്ള കാര്യങ്ങളെ കുറിച്ചല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതിലല്ലേ ഉത്തരവാദിത്തമുള്ളൂ. അതിനകത്ത് ഞാൻ എന്തെങ്കിലും പഴവുകേട് കാണിച്ചിട്ടുണ്ടെങ്കിലേ ബുദ്ധിമുട്ടുള്ളൂ. അപ്പോൾ അന്ന് നിങ്ങൾ വീടെടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് നിങ്ങൾ ഈ കണക്കുകൾ അവിടുന്ന് ഇവിടുന്ന് പറയുന്നതാണെങ്കിൽ അങ്ങാടിക്കടവിലുള്ള പള്ളിക്കാർ വന്ന് പറയണ്ടേ നമ്മളോട്, നിങ്ങൾക്ക് വീട് നമ്മൾ തന്നല്ല കിടക്കുന്നത്, നിങ്ങളുടെ പള്ളിയിൽ വാ, നിങ്ങൾ പ്രാർത്ഥിക്ക് എന്ന്. ഇന്ന് വരെ നമ്മളോട് പള്ളിയിൽ വരാനോ പ്രാർത്ഥിക്കാനോ പറഞ്ഞിട്ടില്ല. അവർ ചെയ്യേണ്ടത് ചെയ്തു, അവരവരെ വഴിക്ക് പോയി. വീട് വാർക്കാൻ വേണ്ടിയിട്ട് യൂത്ത് ലീഗ്, അതുപോലെ തന്നെ DJ ടീം, ഇരിക്കൂറുള്ള കുറെ ഇസ്ലാമിക സഹോദരങ്ങൾ നമുക്ക് സിമെന്റ് മറ്റു കാര്യങ്ങളൊക്കെ തന്നു. അവർ ജില്ലി തന്നു,
പലതിൽ നിന്ന് മനോഹരമായ ഒരു വീട് ഇപ്പോൾ അവിടെ വാർത്തു വെച്ചു. അതിന്റെ പണി പൂർത്തിയായിട്ടില്ല, കുറെ പണികൾ എടുക്കാനുണ്ട്. അതിനു വേണ്ടിയിട്ട് അത് നടക്കുന്നുണ്ട്. അവരും ഇന്ന് വരെ ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെന്താണ് പ്രശ്നം? ഇനി ഇവരെയൊന്നും നമ്മൾ ആശ്രയിക്കുന്നില്ല. നിങ്ങൾ ഇവരൊക്കെ കൊണ്ടുവരുന്ന സഹായങ്ങളെല്ലാം നിങ്ങൾ മുടക്കിക്കോ. കിറ്റ് കൊണ്ട് തരുന്നവരെ, വീടെടുത്ത് തരുന്നവരെ, വീട്ടിന് കമ്പി ഇട്ട് തരുന്നവരെ, വീട്ടിന് സിമെന്റ് വാങ്ങി തരുന്നവരെ എല്ലാം നിങ്ങൾ മുടക്കി അവരെല്ലാം പറഞ്ഞയച്ചോ. നിങ്ങൾ പറയുന്നിടത്തിന് മതമാണ് വിഷയമെങ്കിൽ അമ്പലത്തിൽ മാത്രം വന്ന് തൊഴുതിരിക്കാം, സന്യാസം മാത്രം സ്വീകരിക്കാം. നിങ്ങൾ നമ്മളെ സംരക്ഷിക്കുമെന്ന് 100% ഉറപ്പുണ്ടാവണം. നിങ്ങൾ വീട്ടിന് വേണ്ടിയിട്ടുള്ള സംവിധാനം തരണം. ഈ രാജ്യത്തെ ഏറ്റവും വലിയ, ഈ ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നർ ഹിന്ദുക്കളാണല്ലോ. അത് കഴിഞ്ഞിട്ടല്ലേ മറ്റുള്ള ആളുകളുള്ളൂ. നിങ്ങൾ ആ സുരക്ഷിതത്തെ ഏറ്റെടുക്കുക. അപ്പൊ നമ്മള് മറ്റു മതസ്ഥരുടെ മുമ്പിലേക്ക് പോവുകയില്ല, കൈനീട്ടുകയില്ല, ഒന്നുമില്ല. ഇത് തിന്നുകയില്ല, തീറ്റിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് വെറുതെ കള്ളപ്രചരണങ്ങൾ നടത്തിയതിനെ കൊണ്ട് എന്താണ് കാര്യം? മതവുമായി ബന്ധപ്പെട്ട വിഷയം അത് ഞാൻ അടുത്തത് പറയാം.